ഹലോ ഗൈസ്, വെൽക്കം ടു ലിറ്റിൽ കാക്ടസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, വെൽക്കം ടു മൈ ചാനൽ. സ്ഥിരം കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുക വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഡസ്ക് മേക്ക് ഓവർ ആണ് കേട്ടോ. ഡസ്ക് മേക്ക് ഓവറിനേക്കാൾ കൂടുതൽ ഡസ്കിൻ്റെ സൈഡിലുള്ള വാൾ മേക്ക് ഓവറാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടൊരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വേറൊന്നുമല്ല, വാൾ പോസ്റ്റേഴ്സാണ്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ടൈം എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള പോസ്റ്റേഴ്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഞാൻ എത്രത്തോളം മടിയെത്തിയാണെന്ന്. അപ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതും ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പോസ്റ്റേഴ്സ് എന്തായാലും ഞാൻ ഉണ്ടാക്കില്ല. അപ്പോൾ നിങ്ങളും വാൾ മേക്ക് ഓവറൊക്കെ പ്ലാൻ ചെയ്യേണ്ടിച്ചാൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ മേക്കിങ്ങും മേക്ക് ഓവറും ഒറ്റ വീഡിയോയിൽ ആഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ മേക്കിംഗ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ അത്യാവശ്യം കൂടുതൽ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേക്ക് ഓവർ അടുത്ത പാർട്ടിക്ക് മാറ്റി വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അതും കൂടി കാണാൻ വേണ്ടി മറക്കണ്ട. പിന്നെ ഈ ഒരു സമയം ഭയങ്കര സാറ്റിസ്ഫൈങ് പാട്ടാണ് കേട്ടോ. കാരണം പുറത്ത് നല്ല മഴയായിരുന്നു, ഉള്ളിൽ പാട്ടും കേട്ട് കളർ ചെയ്തിരിക്കാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. അങ്ങനെ നമ്മുടെ പോസ്റ്റേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് പോസ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറയാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പോസ്റ്റർ ഇതാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് തുലിപ്സ് ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. അത് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കതെന്തോ പ്രത്യേകം ഒരു ഇഷ്ടം തോന്നി. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ പോസ്റ്റേഴ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഒന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പേഴ്സണാണ് കേട്ടോ ഇത്. കണ്ട് ബോറടിച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ വീണ്ടും ഇരുന്ന് കണ്ടോളി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വാൾ പോസ്റ്റേഴ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് വാൾ ഹാങ്ങിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഹാർട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എന്ന് പറയാന്ന് വെച്ചാൽ ഒരു 10-11 എണ്ണമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കടയിൽ മുട്ട വാങ്ങിക്കാൻ പോയപ്പോൾ കിട്ടിയ ത്രെഡാണ് കേട്ടോ ഈ വൈറ്റ് ത്രെഡ്. അത് വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ആ ഹേർട്സ് ഇതിക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ. കാണാൻ ഭയങ്കര ക്യൂട്ടുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് പറയാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ ഇതുപോലെ ഹാങ് ചെയ്യാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. കറക്റ്റ് എൻ്റെ മനസ്സിലുള്ള പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് തേർഡ് പാർട്ട്. വേറൊന്നല്ല, ഒരു പെഗ് ബോർഡ്. ഇപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 തെർമോക്കോളിൻ്റെ സ്ക്വയേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന ആക്രികളിൽ ഉണ്ടായിരുന്നതാണ് ഇതും. പിന്നെ അത് ഇതുപോലെ വരച്ചെടുത്തിട്ട് പപ്പടക്കമ്പി ചൂടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കുത്തി കൊടുക്കണത്. സത്യം പറയാൻ വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. കാരണം ഈ തെർമോക്കോളിന് അധികം കട്ടി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ കുറേ ഓട്ടകളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് അത് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കവറിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക്കാണ് ഫ്ലാഷ് ഓണാക്കി വെച്ചിട്ട് മേലേക്കൂടെ ഓട്ടിട്ട് കൊടുക്കൽ കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെഗ് ബോർഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 ടാസ്കും ഇന്നത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത ടാസ്ക് വേറെ ഒന്നല്ല, ടേബിൾ ആൻഡ് വാൾ മേക്ക് ഓവർ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഒപ്പം അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.